ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐക്യതയും ഉണ്ടാകാനും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം നീക്കി ദൈവസ്നേഹം കൊണ്ടും ദൈവിക ചൈതന്യം കൊണ്ടും നിങ്ങൾ നിറയേണ്ടതിനും വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഈ രാത്രിയിൽ ഹൃദയം തുറക്കാം. നിങ്ങളുടെ ആകുലതകളെ, ആവശ്യങ്ങളെ, സ്വപ്നങ്ങളെ, ആഗ്രഹങ്ങളെ കർത്താവ് സാധിച്ചു നൽകും. കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല, ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, നീ എൻ്റേതാണ്. ഈ രാത്രിയിൽ നമ്മെ വേദനിപ്പിക്കുന്ന, നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച്, എൻ്റെ ദൈവം എനിക്കുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല എന്ന ഉറപ്പോടുകൂടി ഈ രാത്രിയിൽ ഉറങ്ങാൻ നമുക്ക് ശ്രമിക്കാം. നാളത്തെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നല്ല ഒരു ഉറക്കത്തിനു വേണ്ടി, സമാധാനപരമായ കുടുംബ അന്തരീക്ഷത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14 അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ എൻ്റെ കൽപ്പന പാലിക്കും. ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഈ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ലോകത്തിന് സാധിക്കുകയില്ല, കാരണം അത് അവനെ കാണുകയോ അറിയുകയോ ചെയ്യുന്നില്ല. എന്നാൽ നിങ്ങൾ അവനെ അറിയുന്നു, കാരണം അവൻ നിങ്ങളോടൊത്ത് വസിക്കുന്നു, നിങ്ങളിൽ ആയിരിക്കുകയും ചെയ്യും. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ നിൻ്റെ സ്നേഹ സാന്നിധ്യം അനുഭവിക്കുവാൻ, നിൻ്റെ സമാധാനം അനുഭവിക്കുവാൻ, നിൻ്റെ പരിശുദ്ധ അങ്കണത്തിൽ ആയിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, മനസ്സോടും മനസ്സുകൂടാതെയും അങ്ങയുടെ തിരുമുൻപിൽ ചെയ്തു പോയ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, അങ്ങയുടെ സ്നേഹത്തിൽ വസിക്കുവാൻ, അങ്ങയുടെ സമാധാനത്തിൽ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ അന്തരീക്ഷത്തിൽ നിന്നും, ഭയപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്ന്, ഭയപ്പെടുത്തുന്ന ചിന്തകളിൽ നിന്ന്, ഭയപ്പെടുത്തുന്ന ചുറ്റുപാടുകളിൽ നിന്ന് എൻ്റെ കർത്താവേ ഞങ്ങളെ നീ രക്ഷിക്കണമേ. എല്ലാ ഭയവും നീക്കി ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. കർത്താവേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ഇന്ന് നിൻ്റെ കാരുണ്യം ഒഴുക്കണമേ. ഈശോയെ, കുടുംബത്തിൽ തെറ്റിദ്ധാരണകളും അസമാധാനത്വവും മാറ്റി, സംശയങ്ങൾ മാറ്റി, ദൈവമേ, പരസ്പര സ്നേഹത്തിനും ഐക്യത്തിനും വേണ്ടി നിൻ്റെ പരിശുദ്ധാത്മാവിനെ കുടുംബത്തിലുള്ള എല്ലാവരിലേക്കും ഇന്ന് ഈ സമയം ഈ പ്രാർത്ഥനയിലൂടെ നീ അയക്കണമേ. കർത്താവേ, പ്രാർത്ഥനയിലൂടെ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം നീ നൽകുന്ന ദൈവമാണ്. ഈശോയെ, ദൈവപുത്രനായ അങ്ങയോട് ഞങ്ങൾ ചോദിക്കുന്നു, ഞങ്ങൾക്ക് ഭയം മാറ്റിത്തരണമേ, സംശയം മാറ്റിത്തരണമേ. കുടുംബത്തിൽ, ഹൃദയത്തിൽ സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ, സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. എല്ലാ പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കണമേ. ഞങ്ങൾക്ക് തന്നെ ഞങ്ങളോട് ക്ഷമിക്കുവാനുള്ള കൃപ നൽകി ഈ രാത്രിയിൽ എല്ലാവരോടും, ഞങ്ങളെ തെറ്റിദ്ധരിക്കുന്നവരോട് ഹൃദയത്തിൽ നിന്നും ക്ഷമിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, നിനക്കെല്ലാം സാധ്യമാണ്.
അനാവശ്യമായി കുറ്റം ആരോപിച്ച് ഞങ്ങളെ തെറ്റിദ്ധരിക്കുമ്പോൾ ദൈവമേ, നഷ്ടമാകുന്ന സമാധാനം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഹൃദയത്തിൽ നിറയ്ക്കണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരെയും സമർപ്പിക്കുന്നു. ഗർഭിണികളായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ഗർഭസ്ഥ ശിശുവിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തനു മേരി എന്ന ഒരു മകൾക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭയവും നീക്കി ആ മകളുടെ പ്രശ്നങ്ങളെ, വേദനകളെ, നിസ്സഹായതയെ അഭിമുഖീകരിക്കാനുള്ള കൃപ കൊടുക്കണമേ. ദൈവിക അഭിഷേകം നൽകണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ നൽകി അനുഗ്രഹിക്കണമേ. സത്യാത്മാവിനെ നൽകി ഈ മകളെ അനുഗ്രഹിക്കണമേ. ഗർഭസ്ഥ ശിശുക്കളെ നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ അവരെ അഭിഷേകം ചെയ്യണമേ. ഉദരത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെ പോലെ കർത്താവേ, എല്ലാ ഗർഭസ്ഥ ശിശുക്കളെയും ഉദരത്തിൽ തന്നെ നീ പരിശുദ്ധാത്മാവിനാൽ, സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് ആ കുഞ്ഞുങ്ങളെ നീ കാത്തുകൊള്ളണമേ. എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും അവരെ രക്ഷിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നെല്ലാ അസ്വസ്ഥത മാറ്റി ഭയം നീക്കം ചെയ്ത് പരിശുദ്ധ ദൈവിക സാന്നിധ്യം ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ, ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ഹൃദയത്തിൽ, ഭവനത്തിൽ അനുഭവിക്കുവാൻ കർത്താവേ, ഞങ്ങൾക്ക് കൃപ തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് അരുളി ചെയ്ത ഈശോനാഥ, ഈ രാത്രിയിൽ ഞങ്ങളെ അനാഥത്വത്തിലേക്ക് നയിക്കുന്ന, അനാഥത്വം ഓർമ്മിപ്പിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഈ രാത്രിയിൽ നിൻ്റെ പരിശുദ്ധ സാന്നിധ്യം തിരിച്ചറിയുവാനും, നിൻ്റെ സ്വരം ശ്രവിക്കുവാനും, ആ സ്വരം ദൈവത്തിൻ്റെ സ്വരം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കുവാനും, മറ്റെല്ലാ സ്വരങ്ങളെയും ദൈവത്തിൻ്റെ സ്വരത്തിന് ഒന്നാം സ്ഥാനം നൽകി ദൈവമേ, നിന്നെ ആരാധിക്കുന്നതിനും സ്തുതിക്കുന്നതിനും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ. ഞങ്ങളെ വേദനിപ്പിച്ച മറ്റെല്ലാ ശബ്ദങ്ങളെയും ഈശോയെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഞങ്ങളെ തെറ്റിദ്ധരിച്ച വ്യക്തികളെ, തെറ്റിദ്ധരിച്ച സംഭവങ്ങളെ, ഞങ്ങളെ മനസ്സിലാക്കാത്ത എല്ലാ വ്യക്തികളെയും, ഞങ്ങളെ സ്നേഹിക്കാത്തവരെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിൻ്റെ സ്നേഹമൊന്നു മാത്രം മതി ഞങ്ങൾ ധൈര്യത്തോടെ മുന്നേറാൻ, എല്ലാ പ്രതിസന്ധികളെയും കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അതിജീവിക്കാൻ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, നിന്റെ സത്യാത്മാവിനെ സ്വീകരിക്കുവാൻ ഞങ്ങളെ ഈ രാത്രിയിൽ ഒരുക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ സുഖമായ ഒരു ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. എല്ലാ അസ്വസ്ഥതകളിൽ നിന്നും, ദുഷ്ടചിന്തകളിൽ നിന്നും, പ്രലോഭനങ്ങളിൽ നിന്നും, തിന്മയുടെ അരൂപികളിൽ നിന്നും ഞങ്ങളെ ഈ രാത്രിയിൽ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ ഭവനത്തെ, കുടുംബത്തെ, ഞങ്ങൾ ഉറങ്ങുന്ന മുറിയെ, അതിലുള്ള എല്ലാ വസ്തുവകകളെ, ഞങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാ വസ്തുവകകളെയും, ഞങ്ങളുടെ ഭവനത്തിന് അകത്തും പുറത്തും എല്ലാം ദൈവമേ നീ വിശുദ്ധീകരിക്കണമേ. നിൻ്റെ തിരുരക്തം ഒഴുക്കി വിശുദ്ധീകരിക്കണമേ. എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും, ആപത്തുകളിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങയുടെ പരിശുദ്ധ അഗ്നിയാൽ ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ. ദൈവ സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയം നിറയ്ക്കണമേ, മനസ്സ് നിറയ്ക്കണമേ. ഞങ്ങളുടെ ശരീരത്തിൻ്റെ അസ്വസ്ഥതകൾ, രോഗങ്ങൾ എടുത്തു മാറ്റി നല്ല ഒരു ഉറക്കം നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് കർത്താവേ, അങ്ങ് ഞങ്ങളെ പരിപാലിച്ച എല്ലാ പരിപാലനയും ഓർത്ത് പ്രത്യേകം അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. നാളെ 24-ാം തീയതി പരീക്ഷയുള്ള എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ സമയം പരീക്ഷ എഴുതി റിസൾട്ടിനു വേണ്ടി കാത്തിരിക്കുന്നവരെ സമർപ്പിക്കുന്നു. ഇനി പരീക്ഷയുള്ള എല്ലാ പ്രൊഫഷണൽ കോഴ്സുകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. പഠനത്തിൽ കൂടുതൽ ജിജ്ഞാസയോടെ പഠിക്കുവാനും നല്ലതുപോലെ പരീക്ഷയിൽ വിജയം നിൻ്റെ പ്രത്യേക ചൈതന്യം നൽകി അവരെ അനുഗ്രഹിക്കണമേ.
ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കർത്താവ്, എന്നെ സ്നേഹിക്കുന്ന എൻ്റെ യേശുനാഥൻ എൻ്റെ കൂടെയുണ്ട്. എന്നെ സ്നേഹിക്കുന്ന, എന്നെ കരുതുന്ന, എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഉറച്ച വിശ്വാസത്തോടെ അത് ഏറ്റുപറഞ്ഞ് കർത്താവേ, ഈ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. നല്ല ഒരു ഉറക്കം നൽകി എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഈ രാത്രിയിൽ നിൻ്റെ പരിശുദ്ധ അഗ്നിയുടെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഉറങ്ങാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കാത്തുകൊള്ളണമേ. തിന്മ ഞങ്ങളെ തൊടാൻ അനുവദിക്കരുതേ. കർത്താവേ, ഞങ്ങളുടെ ഭയത്തെ ദൂരീകരിച്ച് ഞങ്ങളുടെ മനസ്സിൻ്റെ സ്വസ്ഥതയെ കെടുത്തുന്ന എല്ലാ വാക്കുകളും എല്ലാ വ്യക്തികളെയും നിന്നിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിൻ്റെ സമാധാനം ഞങ്ങൾക്ക് നിറച്ചു തരണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ദുഃഖവും വേദനയും അസ്വസ്ഥതയും മറന്ന് ഭയം കൂടാതെ അവിടുന്ന് സുഖമായ നിദ്ര നൽകി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളെ നല്ലൊരു പ്രഭാതം കാണിക്കാൻ അവിടുന്ന് നിങ്ങളെ ആയുസ്സും ആരോഗ്യവും നൽകി ഉണർത്തട്ടെ. എല്ലാ വേദനയിലും കർത്താവ് കൂടെയുണ്ട്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന ഉറച്ച വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് ഉറങ്ങുക. കർത്താവ് നിങ്ങളെ ഒരിക്കലും കൈവിടുകയില്ല. അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ചുയർത്തും. എല്ലാ സംരക്ഷണവും കർത്താവ് നൽകി ഈ രാത്രിയിൽ നിങ്ങൾക്ക് നല്ല ഉറക്കം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന ആവശ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എല്ലാവരിലേക്കും ഇത് അയച്ചു കൊടുക്കുക. എല്ലാവരും ഈ രാത്രിയിൽ സമാധാനത്തോടെ ഉറങ്ങാൻ ഈ പ്രാർത്ഥനയിലൂടെ ദൈവമിടയാക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരോടും നിങ്ങളുടെ ഭവനത്തിലുള്ള എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.